ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. Sterile zone and disposal zone. ഇങ്ങനെ 4 സോൺ ഉണ്ടെന്ന് പഠിച്ചു. Today we are going to discuss about usual areas of deficiency in operation theaters. Okay, operation theatersന്റെ deficiencies എന്തൊക്കെയാണ്, കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ജെം ഫ്രീ ആണെന്ന് പറഞ്ഞു അല്ലേ, ധാരാളം പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുന്നതിന് ധാരാളം പ്രോട്ടോകോൾസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിന് ചില കുറവുകളുണ്ട്. എന്തൊക്കെയാണ് ആ കുറവുകൾ? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, നോ റിസപ്ഷൻ ഏരിയ, പേജ് നമ്പർ 4. റിജോ, പേജ് നമ്പർ 4. റിസപ്ഷൻ എന്തായിരുന്നു? നോ റിസപ്ഷൻ ഏരിയ. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകൾക്കും എന്തുണ്ട്, റിസപ്ഷൻ ഏരിയ ഉണ്ട്. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു പെർട്ടിക്കുലർ റിസപ്ഷൻ ഏരിയ ഇല്ല എന്ന് പറയുന്നു. അതൊരു കുറവായിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം ഒരു റിസപ്ഷൻ ഏരിയ ഇല്ലാത്തത് കൊണ്ട്? എന്തൊക്കെ കുറവുകൾ ഉണ്ടാകാം? നമുക്കറിയാം എന്താണ്, എന്തോ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് പേഷ്യന്റ് ഔട്ടേക്ക് വരാണെങ്കിൽ. അതെ, അതേപോലെ തന്നെ പിന്നെന്താണ്, പേഷ്യന്റിന്റെ കൂടെ വരുന്ന റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം അല്ലെ, അവർക്ക് ഇതിനെക്കുറിച്ച് ആരോട് ചോദിക്കണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ എന്താണ്, സർജറിക്ക് കൊണ്ടുപോയാൽ ആ പേഷ്യന്റിനെ സർജറിക്ക് കൊണ്ടുപോയാൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അറിയാനായിട്ട് അല്ലെ, അപ്ഡേഷൻ അറിയാനായിട്ട് വേറൊരു വഴിയില്ല അല്ലെ. അകത്തു നിന്നും ഒരു സ്റ്റാഫ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പൊ ഇതെല്ലാം എന്താണ്, ആ റിലേറ്റീവ്സിനിടയിൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട് റിലേറ്റീവ്സ് തമ്മിലും പിന്നെന്താണ്, ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കിടയിലും തമ്മിലൊരു എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇതുകൊണ്ടെല്ലാം തന്നെ എന്താണ്, ഒരു പ്രത്യേകമായിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു റിസപ്ഷൻ ഏരിയ ഇല്ലാത്തത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ കുറവായിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? നോ റിസപ്ഷൻ ഏരിയ. ക്ലിയർ ആണോ? യെസ് മാം. സെക്കൻഡ് പോയിന്റ് നോക്കിക്കോളൂ, നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തീഷിയോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ ആൻഡ് OT അറ്റൻഡൻസ്. എന്താ പറയുക, ഇവർക്കൊന്നും ഇത്തരത്തിലുള്ള സർജൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് നേഴ്സസ്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തൊക്കെയായിരിക്കാം? സർജറിക്ക് വേണ്ടി എന്താണ്, ഇവർക്ക് ഇത്തരം സ്പെഷ്യൽ റൂംസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അവരുടെ പ്രൈവസി അത് ബാധിക്കുന്നുണ്ടാകാം അല്ലെ. എല്ലാവരും എന്താണ്, ഒരേ റൂം തന്നെയാണ് എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ അവരുടെ പ്രൈവസി അത് ബാധിക്കുന്നുണ്ടാകാം. പ്രൈവസി എന്താണ്, സ്ട്രെസ് വരാനായിട്ട് ഈ റീസൺ സ്ട്രെസ് വരാനായിട്ട് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ട്രെസ് എന്താണ്, സർജറിയുടെ പ്രൊസീജിയറിലെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ ബാധിച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? സോ പ്രൈവസിയെ അത് ബാധിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇൻക്രീസിംഗ് പ്രഷർ. എന്തോ? ഇൻക്രീസിംഗ് പ്രഷർ. പിന്നെ വരുന്ന ഒരു റീസൺ ആണ് എന്താണ്, സർജറിക്ക് ശേഷം നമുക്കറിയാം, സർജറിക്ക് മുൻപാണെങ്കിലും പ്രിപ്പയർ ചെയ്യണം, വേണ്ടേ? PPE വെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്, പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി എന്താണ്, ഒരു സ്പെഷ്യൽ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ്, അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റീസൺ ആണ്, ഇപ്പൊ എന്താണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പലതരത്തിലുള്ള എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, സർജൻസ് ഉണ്ടായിരിക്കാം, അതേപോലെ നേഴ്സസ് വരാം. ഓക്കെ, അപ്പൊ ഇവരുടെ മുന്നിൽ വെച്ചായിരിക്കും എന്താണ്, ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ എന്താണ്, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് സീക്രട്ട് ആയിട്ട് സർജന്മാർ മാത്രം ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ആ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയാതെ വരാം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ആ ഡിസ്കഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒരു ഓപ്പൺ ഏരിയയിൽ നടത്തേണ്ടി വന്നേക്കാം. ഇത് കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിച്ചേക്കാം. ഇതെല്ലാം എന്താണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ, നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ്. നമ്മൾ പറഞ്ഞ ഇവർക്ക് തന്നെ എന്താണ്, സർജൻസ്, അനസ്തീഷിയോളജിസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് വേണ്ടി എന്താണ്, ആവശ്യത്തിനുള്ള ഇനഫ് നമ്പർ ഓഫ് ചേഞ്ചിങ് റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്താണ്, എന്തിനൊക്കെ കാരണമാകുന്നുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തേക്കാം?
അവരുടെ പ്രൈവസി. yes, അവരുടെ പ്രൈവസിയെ ബാധിച്ചേക്കാം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസിയെ ബാധിച്ചേക്കാം. ദെൻ വേറെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇനഫ് നമ്പർ ഓഫ് ചേഞ്ചിങ് റൂം ഇല്ലാത്തത് കൊണ്ട് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ടൈം. വെരി ഗുഡ്. എന്താണ് ഓരോരുത്തർ ഇപ്പൊ PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞല്ലേ, സർജറിക്ക് മുൻപ് PPE വെയർ ചെയ്യേണ്ടതുണ്ട്. സോ ഒരാള് വെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ലേ അടുത്ത ആള് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, വേണ്ടേ? അത് സർജറി ഓപ്പറേഷൻ പ്രൊസീജിയർ ഡിലേ ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഡിലേ ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക്. അതായത് PPE വെയർ ചെയ്ത ആളും ഇനി PPE വെയർ ചെയ്യാനുള്ള ആളും ഒരേ ഏരിയയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അതുമൂലം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലേ? അതിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ എന്താണ് ആവശ്യത്തിന് ചേഞ്ചിങ് റൂം ഇല്ലാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്താണ് ഇതൊക്കെ ഒരു റീസൺ ആണ് അതിന്റെ അല്ലേ? സർജറിക്ക് എന്താണ് ഡിലേ ആകുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ എന്തായിരുന്നു? ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് വരുന്നുണ്ട്. പിന്നെന്തായിരുന്നു? അവരുടെ പ്രൈവസി അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച് എന്താണ് ഒരു കുറവാണ്. പിന്നെന്തായിരുന്നു? സർജൻസിനാണെങ്കിലും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കാണെങ്കിലും ആവശ്യത്തിന് എന്നാൽ സെപ്പറേറ്റ് റൂംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലെ? അവർക്കൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സർജറി പ്രിപ്പയർ ചെയ്യണമെങ്കിലോ ആവശ്യത്തിനുള്ള സെപ്പറേറ്റ് റൂംസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദെൻ നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ചിങ് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ്. സോ അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് വരാം അല്ലെ? ഓപ്പറേഷൻ ഡിലേ ആകാം. അവരുടെ പ്രൈവസിയെ അഗെയിൻ അത് ബാധിച്ചേക്കാം. ദെൻ ഫോർത്ത് വൺ നോക്കിക്കോളൂ. ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ്. ഓക്കെ, ഓട്ടോമാറ്റിക് ഡോർസ് എല്ലാം എന്താണ് മെജോറിറ്റി ഹോസ്പിറ്റലുകളിലെയും ഓപ്പറേഷൻ തിയേറ്ററിനുള്ളത് ഹെവി ആയിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള ഡോർസുകളാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ സ്ട്രെച്ചറുമായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വീൽ ചെയറുമായിട്ട് പോകുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ? അത് തനിയെ ഓപ്പൺ ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സോ എന്താണ് ഓപ്പറേഷൻ റൂമിന്റെ സൈസും അതേപോലെ തന്നെ ഡോർസുകളും എന്താണ് ഡോർസിന്റെ പ്രത്യേകതകളും ഇത്ര വീൽ ചെയർ കൊണ്ടുപോകാനാണെങ്കിലും സ്ട്രെച്ചേഴ്സ് കൊണ്ടുപോകാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ്. And the fifth one, lack of laminar flow and mandatory air exchange system in operation theatre. ഓക്കെ, എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ? ലാമിനാർ എയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിനെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ എയറിനെ ഫിൽറ്റർ ചെയ്ത് പ്യുവർ എയർ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിനുള്ള ഇൻഫെക്ഷൻ കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഫിൽട്രേഷൻ. എയറിനെ ഫിൽട്രേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ ഡിവൈസുകൾ ഇല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അത് പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? ഇപ്പൊ എയർബോൺ കണ്ടാമിനൻസ് പ്രോപ്പർ ആയിട്ട് ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുകയും അത് പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുകയും ചെയ്തേക്കാം. The lack of standard operation theatre protocols. എന്താണ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ? എന്താ പ്രോട്ടോകോൾസ്? നിയമാവലികൾ. നിയമാവലികൾ അല്ലെ? എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ പാലിക്കേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ? മാർഗനിർദ്ദേശങ്ങളെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഇല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം? എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാം? എന്തെല്ലാം വരാം? ആലോചിച്ച് നോക്കൂ. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് പേഷ്യന്റ് മാറി സർജറി ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് മാറിപ്പോകുക. അങ്ങനെ പല ഇഷ്യൂസ് നമ്മൾ കേൾക്കാറുള്ളതാണ് മീഡിയാസിലൂടെ അല്ലെ? ഇതെല്ലാം എന്തുകൊണ്ടാണ്? പ്രോപ്പർ ആയിട്ടൊരു പ്രോട്ടോകോൾസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മിസ്റ്റേക്സുകൾ ഇറേഴ്സ് കൂടാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ പ്രോട്ടോകോൾസ് ഇല്ലാത്തത് മൂലം ഇത്തരം മിസ്റ്റേക്സുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? And the seventh one, no separate central sterile supply department.
ഓക്കെ, ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസിലെ ഡിവൈസുകൾ, എല്ലാ ഡിവൈസുകളെയും ഒരുമിച്ചാണ് സ്റ്റെറൈൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതിന് എവിടെയാണത്? ആ സപ്ലൈ യൂണിറ്റ് ആണ് TSSU എന്ന് പറഞ്ഞു അല്ലെ. സോ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡിവൈസുകളെ മാത്രം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ റൂം ജം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച ഒരു ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണോ? എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള ഡിവൈസുകൾ മാത്രം പ്രോപ്പർ ആയിട്ട് ജം ഫ്രീ ആക്കണം വേണ്ടേ? അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സപ്ലൈ യൂണിറ്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നില്ല. അതൊരു ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച് അതൊരു ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണോ? ആൻഡ് 8th one, just last one, ഏതാണ്? വെയിറ്റിംഗ് ഏരിയ ഇൻ റിക്കവറി. നമുക്കറിയാം ഓപ്പറേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നതാണ് അല്ലെ. അപ്പൊ റിക്കവറി റൂമിനടുത്തും എന്താണ്? റിലേറ്റീവ്സിന് വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. ആ വെയിറ്റിംഗ് ഏരിയയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? നോട്ട് വെൽ എക്യുപ്ഡ്, അതേപോലെ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. എന്താണ്? ഫെസിലിറ്റീസിന്റെ അപര്യാപ്തത ഉണ്ടായിരിക്കാം അല്ലെ, സീറ്റിംഗ്സിന്റെ കുറവുണ്ടായിരിക്കാം. അതേപോലെ തന്നെ എന്താണ്? ഇൻഫോർമേഷൻ ഡിസ്പ്ലേസ്, പേഷ്യന്റിന്റെ സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള, അത് കാണിക്കുന്നതിനുള്ള ബോർഡുകളുടെ അഭാവം ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ എന്താണ്? റിഫ്രഷ്മെന്റ് സ്റ്റേഷൻസിന്റെ കുറവുണ്ടായിരിക്കാം അല്ലെ. ഇതെല്ലാം എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച് ഒരു ഡെഫിഷ്യൻസി ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ ഡെഫിഷ്യൻസീസ് ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒരു 8 പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? കാരുണ്യല്ല, ഓക്കെ, ഏതൊക്കെയായിരുന്നു? നോ റിസപ്ഷൻ ഏരിയ ഇല്ല. പിന്നെ സെപ്പറേറ്റ് റൂം സർജൻസിന്, അനസ്തഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടേഴ്സിന്, OT അറ്റൻഡേഴ്സിനൊന്നും ഒരു സ്പെഷ്യൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ഇല്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ചേഞ്ചിങ് റൂമുകളോ അല്ലെങ്കിൽ എണ്ണമോ ഒന്നും, അല്ലെങ്കിൽ ഓരോ ക്ലാസ് ഓഫ് പീപ്പിൾസ്, ഡോക്ടേഴ്സിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചേഞ്ചിങ് റൂമുകളില്ല. പിന്നെ അവിടെയുള്ള OTയിലുള്ള ഡോറുകൾ എന്ന് പറയുന്നത് വളരെ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറുകളല്ല അവിടെയുള്ള ഡോറുകൾ. അവയുടെ സൈസ് മാനുവൽ ഡോർ ആയിരിക്കാം മേ ബി. പിന്നെ എയർ ഫിൽട്രേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻസ് ചാൻസസ് ഉണ്ടാവും. പിന്നെ OT പ്രോട്ടോകോൾസ്, സ്റ്റാൻഡേർഡ് ഓഫ് OT പ്രോട്ടോകോൾസിന്റെ കുറവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് മിസ്റ്റേക്സുകൾ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട്, OTക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇല്ല. പിന്നെ അതുപോലെ വെയിറ്റിംഗ് ഏരിയ, അവിടെയുള്ള വെയിറ്റിംഗ് ഏരിയ വന്നിട്ട് എക്യുപ്ഡ് ആയിരിക്കില്ല, വെൽ എക്യുപ്ഡ് ആയിരിക്കില്ല. കൃത്യമായിട്ടുള്ള സീറ്റുകൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ്, ഫാൻ, അങ്ങനെ അത്യാവശ്യം വേണ്ടപ്പെട്ട ബേസിക് ഫെസിലിറ്റീസ് പോലും ഇല്ലാതിരിക്കുന്നതൊക്കെ ഈ ഡെഫിഷ്യൻസി ഓഫ് OTയിൽ വരുന്നതാണ്. ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. മെയിൻലി ദർ ആർ 3 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ വിച്ച് ആർ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. ഓക്കെ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? Okay, look at the PDF. Prefabricated modular operation theatre is a finished steel structure with a jointless sterile coating that provides a high quality finish. These operation theatres provide the benefit of ഒരു 7 benefit കൂടി കൊടുത്തിട്ടുണ്ട്. സോ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഈസിലി മനസ്സിലാകാനായിട്ട്, മോഡുലാർ കിച്ചൺ കേട്ടിട്ടുണ്ടോ? മോഡുലാർ കിച്ചൺ, അതിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ വർക്ക് പ്ലേസിൽ കൊണ്ടുപോയിട്ട് അളവെല്ലാം എടുത്തിട്ട് വർക്ക് പ്ലേസിലായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം ആ ഒരു ബോക്സ് എന്താണോ, ക്യാബിൻ ആണോ, അത് കൊണ്ടുവന്ന് നമ്മുടെ കിച്ചണിൽ സെറ്റ് ചെയ്യും. അങ്ങനെയല്ലേ സാധാരണ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാല്? ഓക്കെ, അതേ മെത്തേഡ് തന്നെയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് എന്താണ്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതേപോലെ ഒരു സർജിക്കൽ എൻവയോൺമെന്റ് ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. അതിൽ യൂസ് ചെയ്യുന്നത് മോഡുലാർ കോമ്പോണൻസ് ആണ്. ഓക്കെ, അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത്തരം കോമ്പോണൻസ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്താണ്, ഇത് ഓഫ് സൈറ്റിൽ അവർ കൊണ്ടുപോയിട്ട് നിർമ്മിക്കുകയും ഓൺ സൈറ്റിൽ കൊണ്ടുവന്നായിരിക്കും അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, ഓഫ് സൈറ്റ് മീൻസ് അവരുടെ വർക്ക് പ്ലേസിൽ ഇട്ടത് ബിൽഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന്, മീൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്
ഇതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഓഫ് സൈറ്റില് കൺസ്ട്രക്ട് ചെയ്യുകയും ഓൺ സൈറ്റിൽ കൊണ്ടുവന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നു അല്ലെങ്കിൽ അസംബിൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എല്ലാ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലാമിനാർ എയർ ഫ്ലോ, എയർ ഫിൽറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം, അതേപോലുള്ള എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ മെയിൻലി അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിന്റെ പാനൽ മിക്കവാറും എന്താണ്, സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടായിരിക്കും. ഓക്കെ, സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കും പാനലിംഗ്. സോ എന്താണ്, അത് ഈസിലി ഇപ്പൊ ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെയോ സ്പ്ലാഷ് ഉണ്ടായാൽ ഈസിലി നമുക്കത് വൈപ്പ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ, ഈസിലി റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? സോ ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഓഫ് സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുകയും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? ഒന്നും കൂടി പറയോ? പറയാം. മോഡുലാർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന്റെ പാനലിംഗ് വരുന്നത്, സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കാം. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്യുകയും നിർമ്മിക്കുകയും അതാണ് പെട്ടെന്ന് തന്നെ അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കെയറും കൊടുക്കുന്നതിനുള്ള എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ വിദ്യ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അതിന്റെ ബെനിഫിറ്റ്, ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, എന്താ റാപ്പിഡ് കൺസ്ട്രക്ഷൻ? എന്താ റാപ്പിഡ് കൺസ്ട്രക്ഷൻ? ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കുന്നതിന്റെ ടൈം എടുക്കുന്നില്ല സാധാരണ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ബിൽഡ് ചെയ്യാനായിട്ട്. കാരണം അവർ ഓൾറെഡി അത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ, അത് ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്. പിന്നെന്തായിരുന്നു സെക്കൻഡ് വൺ? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. എന്തായിരിക്കാം അതിൽ പറയുന്നത്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്തൊക്കെയായിരിക്കാം? ഓക്കെ, എങ്ങനെയായിരിക്കാം പ്രിവെന്റ് ചെയ്യുന്നത്? കണ്ടാമിനേഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? നേരത്തെ പറഞ്ഞില്ലേ ലാമിനാർ എയർ ഫ്ലോ ഉണ്ട്. ഓക്കെ, ലാമിനാർ എയർ ഫ്ലോയുടെ യൂസ് എന്താണ്? എയറിനെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. സോ ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ എയറിനെ ഫിൽറ്റർ ചെയ്ത് പ്യുവർ എയർ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്താണ്, കണ്ടാമിനേഷൻസ് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള, പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സിലൂടെ ആയിരിക്കും ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ് പറഞ്ഞത്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ മെഷേഴ്സും സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ലോങ് ഡ്യൂറബിലിറ്റി. ലോങ് ഡ്യൂറബിലിറ്റി വരുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് നോക്കിക്കോളൂ, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഓഫ് മെയിൻ്റനൻസ്. ഓക്കെ, ലോങ് ഡ്യൂറബിലിറ്റി ആണ്, സ്റ്റീൽ സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഗ്ലാസിന്റെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, ലോങ് റണ്ണിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും. അതേപോലെ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ചായിരിക്കും ഈ ഓപ്പറേഷൻ തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ കാരണങ്ങളാൽ കൊണ്ട് തന്നെ എന്താണ്, ഇത് ഈസിലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലോങ് റണ്ണിൽ എക്സിസ്റ്റും ചെയ്യുന്നതാണ്. ഓക്കെ,
ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താണ് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ സ്പ്ലാഷ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ഈസിലി അത് വൈപ്പ് ചെയ്യാം. ഓക്കെ, ബാക്ടീരിയൽ ഗ്രോത്തിനെ തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ലോങ് ഡ്യൂറബിലിറ്റി ആൻഡ് ഈസ് മെയിൻ്റനൻസ്. And the fourth point എന്തായിരുന്നു? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അതേപോലെ തന്നെ സിക്സ്ത് പോയിന്റ് നോക്കിക്കോളൂ, ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ആ 2 പോയിന്റ് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇപ്പോ എന്താണ്, ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് എക്സ്ട്രാ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വർക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലംബിംഗ് വർക്ക്, ഇതെല്ലാം എന്തെങ്കിലും സെറ്റ് ചെയ്യണം, അതും അല്ലെങ്കിൽ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസിലി എന്താണ് നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലായിരിക്കും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചർ വരുന്നത്, അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ക്ലിയർ ആണോ? ഈസിലി എക്സ്റ്റെൻഡബിൾ ആണ്. നമുക്ക് വീണ്ടും ഫ്യൂച്ചറിലാണെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലായിരിക്കും മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എന്താണ്, എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് കഴിയുന്ന രീതിയിലായിരിക്കും മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ദ സെവൻത് പോയിന്റ്, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് സെറ്റ് ചെയ്യണം, ഓക്കെ, അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ഓപ്പണിംഗ് ഉണ്ടാക്കാനായിട്ട് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന് കഴിവുണ്ട്. അതായത് എന്താണ്, ഒരു എക്യുപ്മെന്റ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ആ ഡിവൈസ് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ഘടനയെ ബാധിക്കാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു, എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ? വിജി, എന്തായിരുന്നു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ഓഫ് ബിൽഡപ്പ്, അതായത് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ എന്താ പറയാ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ലോങ് ഡ്യൂറബിലിറ്റി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പിന്നെ അതേപോലെ ഈസ് ഓഫ് മെയിൻ്റെനൻസ്, പെട്ടെന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ബാക്ടീരിയൽ ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തടയാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡ് ഫോർ ദി ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ പുതിയൊരു ഡിവൈസ് അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധിക്കും. ഓക്കെ, അപ്പൊ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പേഷ്യന്റിന് എല്ലാ കെയറുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്? ഓക്കെ, അപ്പൊ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. നോക്കിക്കോളൂ, എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? Functionally linking the operation theater environment. This consists of patient information, audio, video, surgical lights, room lights, medical equipments. അപ്പൊ എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം? എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടാകാം? എല്ലാ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സുകളും വരുന്നുണ്ട്. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമായ എല്ലാ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ്, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇമേജിംഗ്. ഓക്കെ, ഡിജിറ്റൽ ഇമേജിംഗ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ IT സിസ്റ്റത്തെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാ ഡിവൈസുകളും, എല്ലാ അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും, അതോടൊപ്പം തന്നെ IT സിസ്റ്റം, പിന്നെന്തായിരുന്നു ഡിജിറ്റൽ ഇമേജിംഗ്, ഇതിനെയെല്ലാം സംയോജി ക്ലിയർ ആണോ?
നോ മാം. ഓക്കെ, അപ്പോ ക്ലിയർ ആയില്ല? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എന്താണ് വ്യത്യാസം? എന്താണ്? എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ IT സിസ്റ്റം, ഓക്കെ, IT സിസ്റ്റത്തെയും ചേർത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഡിജിറ്റൽ ഇമേജിംഗ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും വരുന്നുണ്ട്, പ്ലസ് എന്താണ് IT സിസ്റ്റവും കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കും? ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാം? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസ് ചെയ്യാനായിട്ട് പറ്റും. അഡ്വാൻസ്ഡ് സർജറീസ് ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. ഹെൽപ്ഫുൾ ആണ്. ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സർജൻസിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള പലതരത്തിലുള്ള ഡിവൈസുകളെ ഒരൊറ്റ ഇന്റർഫേസിന്റെ സഹായത്തോടു കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. എല്ലാ ഡിവൈസുകളെയും ഒരൊറ്റ ഇന്റർഫേസിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി, ഓഡിയോ വീഡിയോ പറഞ്ഞില്ലേ, ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സർജറി ടൈമിൽ സർജന് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണം, ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന്. അപ്പൊ ഇതെല്ലാമാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. സോ എന്തൊക്കെയാണ് വരുന്നത്? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെയും IT സിസ്റ്റത്തെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഇമേജിങ്ങിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ പുറത്തുള്ള ഒരാളുമായിട്ട് ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ, കാരുണ്യ, വിജി എല്ലാവർക്കും ക്ലിയർ ആണോ? ഫാത്തിമ, അമൃത ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാം. സോ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ പേര് പോലെ തന്നെ എല്ലാത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്തിനെയൊക്കെയാ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ്, എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ, അതേപോലെ തന്നെ ഡിജിറ്റൽ ഇമേജിംഗ്. എന്താ ഡിജിറ്റൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാല്? എന്താ? എക്സ്റേ, CT സ്കാൻ, ഇത് ഇത്തരത്തിലുള്ള ഇമേജിങ്ങിന്റെ ഹെൽപ്പോട് കൂടി അതോടൊപ്പം തന്നെ IT സിസ്റ്റത്തെയും ചേർത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇത് 3നെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. സോ അതിന്റെ ബെനിഫിറ്റ് എന്തായിരുന്നു? ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് എല്ലാ ഡിവൈസുകളെയും പ്രവർത്തിപ്പിക്കാനുള്ള, കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ പുറത്തുള്ള ഒരാളുമായിട്ട് ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി യൂസ് ചെയ്ത് എന്താണ് കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആണ്. ക്ലിയർ ആണോ അമൃത? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്തായിരിക്കാം ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ? A surgical theatre that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery. Okay, അപ്പൊ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്തായിരിക്കാം? എന്തൊക്കെ ഉണ്ടാവാം? C-arms, CT scanners എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഡിജിറ്റൽ ഇമേജിംഗ് ആണ്, റൈറ്റ്? ഡിജിറ്റൽ ഇമേജിംഗ് ആണ്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കാം? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്റർ, അതിന്റെ കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ എന്താണ് എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് ഡിവൈസുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാ അഡ്വാൻസ്ഡ് ഇമേജിംഗ് ഡിവൈസുകളെയും സംയോജിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡിൽ എന്തായിരുന്നു പ്രത്യേകത? മെഡിക്കൽ ഇമേജിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ IT സിസ്റ്റം ഉണ്ട്, അല്ലെ? എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. സോ ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്താണ്?
ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്താ? മെഡിക്കൽ ഇമേജിംഗ്, എല്ലാ സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഇമേജിങ്ങിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഇതിനെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? മാം സി ആംസ് എന്താണ്? സി ആംസ് അതൊരു ഇമേജിംഗ് ഡിവൈസ് ആണ്. ഒരു സി ആകൃതിയിലുള്ള ഒരു എന്താണ് ഇമേജിംഗ്, ഡിജിറ്റൽ ഇമേജിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സി ആംസ് എന്ന് പറയുന്നത്. CT സ്കാൻ ഒക്കെ ഇല്ലേ, അതേപോലെയുള്ള ഒരു ഡിവൈസ് ആണ്. സി ഷേപ്പിലായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കാം? അതായത് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള രീതിയിൽ സർജറീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നമുക്ക് അവിടെ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുകൊണ്ട്. വെരി ഗുഡ്. അതെ, ഡിജിറ്റൽ ഇമേജിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സർജറി ടൈമിൽ അല്ലേ ലൈവായിട്ട് സർജൻസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. ലൈവായിട്ട് അത് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് സർജറിയുടെ റിസൾട്ട് എങ്ങനെയാണെന്നും ആ റൂമിൽ വെച്ച് തന്നെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? എന്താണ് ഡിജിറ്റൽ ഇമേജിംഗ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർജറിയുടെ റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ എന്താണ് ലൈവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് OT, ഹൈബ്രിഡ് OT. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? ഫാത്തിമ, എന്തായിരുന്നു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? എന്തായിരുന്നു അവിടെ? ഡിജിറ്റൽ ഇമേജിംഗ് ചെയ്ത്. ക്ലിയർ ആയില്ല. ഡിജിറ്റൽ ഇമേജിംഗ് ചെയ്ത് ഓപ്പറേഷൻസ് ഒക്കെ. ഇമേജിംഗ് എന്നാണോ പറഞ്ഞത്? ഇമേജിംഗ്. ഓക്കെ, അത് കൂടാതെ തന്നെ പിന്നെ എന്തൊക്കെയാ? ഇമേജിംഗ് മാത്രമുള്ളോ? ഓക്കെ, എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സും IT സിസ്റ്റം, ഡിജിറ്റൽ ഇമേജ് സിസ്റ്റം ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഇത് സർജറി ടൈമിൽ തന്നെ പുറത്തുള്ള ആളുകളുമായിട്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ കൈമാറാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? ഹൈബ്രിഡ് മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ഉപയോഗിച്ചിട്ട്, എക്സാമ്പിൾ ആണെങ്കിൽ CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കാം? ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ ട്രീറ്റ്മെന്റ് സക്സസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിന്റെ റിക്കവറി എങ്ങനെയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. കഴിയുന്നതാണ് അല്ലെ. ലൈവായിട്ട് തന്നെ ആ ടൈം തന്നെ അത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് റിസൾട്ട് എങ്ങനെയാണെന്നെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ പറയുന്നത് എങ്ങനെയാണ്? പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. എന്താണ്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെയർ ചെയ്യേണ്ട ഷൂസ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഷൂസുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മാത്രം ധരിക്കേണ്ട ഷൂസുകൾ ഉണ്ട്. അത്തരം ഷൂസുകളായിരിക്കണം വെയർ ചെയ്യേണ്ടത്. അതും അല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മൾ പഠിച്ചല്ലോ, എന്താണ്? ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഷൂ കവർ യൂസ് ചെയ്ത് ഷൂസ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഗ്രിപ്പുള്ള ഷൂസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ നേഴ്സസും അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും എന്താണ് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഷൂസുകളായിരിക്കണം വെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചപ്പൽസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ദെൻ ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ.
ഷാർപ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ് പ്രോപ്പർ ആയിട്ടായിരിക്കണം അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ ഹാൻഡ് സിസേഴ്സ് അല്ലെങ്കിൽ നീഡിൽസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും PP അല്ലെങ്കിൽ ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം, വേണ്ടേ? അല്ലെങ്കിൽ എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാകാനും അതിലൂടെ ഇൻഫെക്ഷൻസ് പിടിപെടാനും സാധ്യതയുണ്ട്. സോ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഡിസ്പോസൽ എങ്ങനെയായിരിക്കണം? ഷാർപ്പ് ഒബ്ജക്ട്സുകളുടെ ഡിസ്പോസൽ എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് ഷാർപ്പ് രീതിയിൽ ലേബൽ ചെയ്തിട്ടുള്ള വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. കണ്ടെയ്നർ ഒരു പ്രത്യേകതയുണ്ടല്ലോ, എന്താണത്? അങ്ങനെ അത് മുറിയാത്ത പഞ്ചർ റെസിസ്റ്റന്റ്. വെരി ഗുഡ്. പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം ഇത്തരം ഷാർപ്പുകളെ ഡിസ്പോസ് ുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും പ്രോപ്പർ ആയിട്ട് കെയർ എടുത്തിരിക്കണം. PP അല്ലെങ്കിൽ ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ യൂസ് ചെയ്ത ഷാർപ്പ് ഒബ്ജക്ട്സുകളെ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, install ground fault circuit interrupters. Call a skilled electrician to test and repair damaged equipment. എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട്? ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ എന്താണ് ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട്. സോ ഇതെന്താണ് മസ്റ്റ് ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ ground fault circuit എന്താണെന്ന് ക്ലിയർ ആണോ? And the fourth one, put on a radiation dosimeter. എന്താ റേഡിയേഷൻ ഡോസിമീറ്റർ? ഡോസിമീറ്റർ എന്തായിരിക്കാം ഡോസിമീറ്റർ? അതായത് റേഡിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഏറ്റിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു മെഷീനാണ് ഡോസിമീറ്റർ. അയണൈസിംഗ് റേഡിയേഷൻ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കട്ടാവുന്നുണ്ടോ? ആവുന്നുണ്ടോ? യെസ് മാം. ആരെങ്കിലും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്തോ രണ്ടാമത്തെ വരെ കുഴപ്പമില്ല, ബാക്കിയെല്ലാം കട്ടായി പോവാ. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അത് കട്ടായി പോവാണ്. പക്ഷെ ബ്ലർ ആണ്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സ്ക്രീന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പറയാനാണോ? അല്ലടാ, ഞാൻ ചോദിക്കട്ടെ, സ്ക്രീൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? സ്ക്രീൻ ക്ലിയർ ആണ്. ഒരു സെക്കൻഡ് ആണോ? ഓക്കെ. മാം വോയിസ് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഇപ്പോഴങ്ങനെ തന്നെയാണോ? ഒരു സെക്കൻഡ് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയി മാം. ഓക്കെ, വൈഫൈ ഡിസ്കണക്ട്. ഓക്കെ, ഇപ്പൊ ശരിയല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയിരുന്നോ? യെസ് മാം, ക്ലിയർ ആയിരുന്നു. സെക്കൻഡ് പോയിന്റ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് കുറച്ച് ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? അതായത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്
തേർഡ് പോയിന്റ്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിനെ എന്താണ് ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ എന്താണ്, അത് മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പും നേടിയിരിക്കണം. ദെൻ ഫോർത്ത് പോയിന്റ് നോക്കിക്കോളൂ. പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ. എന്താണ് ഡോസിമീറ്റർ? എന്താണ് ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അയണൈസിങ് റേഡിയേഷൻ എക്സ്പോഷർ അളക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. അയണൈസിങ് റേഡിയേഷൻ എക്സ്പോഷർ അളക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഡോസിമീറ്റർ. ഓക്കെ, അതെന്താണ്? പുട്ട് ഓൺ ചെയ്തിരിക്കണം, വെയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഇൻസ്റ്റാൾ. എന്തോ വിജി എന്താണ്? യെസ് മാം എന്ന് പറഞ്ഞതാ. Okay. Install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്നും എന്താണ് ബാഡ് സ്മെൽസ്, ഓഡേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രെസ് ഉണ്ടായിരിക്കാം. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ജനറൽ വെന്റിലേഷനോട് കൂടിയ എയർ കണ്ടീഷനിങ് ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ എന്താണ് ബാഡ് സ്മെൽസുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയും ഒരു ജനറൽ വെന്റിലേഷനോട് കൂടിയ എയർ കണ്ടീഷനിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. So next point, nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex products. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള നേഴ്സസ് ആണെങ്കിൽ എന്തെങ്കിലും ഇച്ചിങ്സ്, ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്താണ് അലർജീസ് ഉള്ള നേഴ്സസ് ആണെങ്കിൽ അവരെങ്ങനെയുള്ള ഗ്ലൗസുകൾ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? നോൺ ലാറ്റക്സ് പ്രോഡക്ട്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ റബ്ബർ ഗ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഈവൻ നമുക്ക് തന്നെ അറിയാം, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചില ഗ്ലൗസുകൾ വെയർ ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ കയ്യിൽ എന്താണ് ഒരു പൗഡർ ഫോം ഉണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടോ? അത് ഇൻഹെയിൽ ചെയ്താൽ ചിലപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് വരാം. ഓക്കെ, സെൻസിറ്റീവ് ആയിട്ടുള്ള നേഴ്സസ് ഒക്കെ ആണെങ്കിൽ ബ്രീത്ത് ഇഷ്യൂസ് വരാം, അതേപോലെ ഇച്ചിങ് വരാം, ഓക്കെ, ഇറിറ്റേഷൻ വരാം. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ് നോൺ ലാറ്റക്സ് അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസുകൾ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദെൻ ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഒന്നുകൂടി ഏതാടാ നേഴ്സസിന്റെ ആണോ സെൻസിറ്റീവ് അതാണോ? ഓക്കെ, അതിലെന്താ പറയുന്നത്? നേഴ്സസ് എന്തെങ്കിലും അലർജീസ് ഉള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള റബ്ബറിന്റെ ഗ്ലൗസിന് പകരം നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പൗഡർ ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്ലൗസുകൾ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് റബ്ബേഴ്സുമായിട്ട് അലർജീസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇച്ചിങ്സ് അല്ലെങ്കിൽ എന്താണ് ചൊറിച്ചില്, ഇറിറ്റേഷൻസ്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് കാരണമാകാറുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ഗ്ലൗസുകൾ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ഇവിടെ നഴ്സസ് മാത്രം പറയുന്നത് എന്തുകൊണ്ടാ? ഡോക്ടേഴ്സും ഒക്കെ വരുന്നില്ലേ? അവരൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ലേ? അതെ, ഇതിന് നേഴ്സസിനെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വർക്ക് ചെയ്യുന്ന നേഴ്സസിന്റെ കാര്യം പറയുന്നത് അല്ലേ. എല്ലാവരും മസ്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിരിക്കണം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് അതിൽ നിന്നും ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ പ്രിക്കോഷൻസും എടുത്തിരിക്കണം. എന്തൊക്കെയാണ് അതിന് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്? എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്? സ്ക്രബ് സ്യൂട്ട് ധരിക്കുക, സ്ക്രബ് സ്യൂട്ട് അല്ലെങ്കിൽ PPE, ഓക്കെ, ദെൻ ഗ്ലൗസ് വെയർ ചെയ്യണം, പിന്നെ ഹാൻഡ് വാഷിംഗ്, അതുപോലെ സ്ക്രബിംഗ്. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ പ്രിക്കോഷൻസ്. ഇപ്പൊ എന്താണ് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ എന്താണ് കോണ്ടാക്റ്റിലുള്ള വസ്തുക്കൾ ഉണ്ടാകും അല്ലെ, കോട്ടൺസ്, ബാൻഡേജ്, ഡ്രസ്സിങ്സ് പോലുള്ളവ എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സർഫസ് എങ്ങനെ ക്ലീൻ ചെയ്യണം?
1% hypochlorite solution use ചെയ്ത് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് സർഫസ് ക്ലീൻ ചെയ്യണം. ഇത്തരത്തില് ഇൻഫെക്ഷൻസ് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് മൂലം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ പ്രിക്കോഷൻസും എടുത്തിരിക്കണം. Then wash hands and other exposed skin surface after coming into contact with blood or body fluids. ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും എന്താണ് പ്രോപ്പർ ആയിട്ട്, ഹാൻഡ് ഒക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. Provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് വരാം അല്ലെ. ചില പേഷ്യന്റ് നിങ്ങളുടെ ഹെവി പേഷ്യന്റ് വരാം. അത്തരത്തിലുള്ള പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ലിഫ്റ്റിംഗ് എയ്ഡുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, മേ ബി സ്ട്രക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീൽ ചെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യിക്കുന്നതിന് ആവശ്യമായ എയ്ഡ്സുകൾ ആയിരിക്കാം. ഇതെല്ലാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മസ്റ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? Then checking for anesthetic and oxygen gas leakage. എന്താണ് anesthetic gas? Anesthetic gas ഓപ്പറേഷൻ സമയത്ത് അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ്. ഗ്യാസ് ആണ് അല്ലെ, ഒരു മാസ്ക് യൂസ് ചെയ്ത് കൊടുക്കുന്ന ഗ്യാസ് ആണ് അനസ്തെറ്റിക് ഗ്യാസ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഗ്യാസിന്റെയോ അല്ലെങ്കിൽ എന്താണ് ഓക്സിജൻ ഗ്യാസിന്റെയോ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഗ്യാസസ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ എല്ലാം ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽസ് എല്ലാം കീപ്പ് ചെയ്യുന്നതാണ്. സോ എന്തെങ്കിലും ഒരു ഫയർ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് സെറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? പ്രിവെന്റീവ് മെഷേഴ്സ്. യെസ് മാം. 9th പോയിന്റ് ഏതായിരുന്നു? പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് അല്ലേ? ഓക്കെ, പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് നമുക്കറിയാം. ഹെവി പേഷ്യൻസ് ആണെങ്കിൽ അവർ ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിന് ആവശ്യമായ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതായത് എന്താണ്, ഹെവി ആണ് പേഷ്യൻസ് അല്ലേ, അവരെ സേഫ് ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി സ്ട്രക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീൽ ചെയർ, അതും അല്ലെങ്കിൽ എന്താണ് സീലിംഗ് മൗണ്ടഡ് ലിഫ്റ്റഡ് എന്ന് പറഞ്ഞൊരു എയ്ഡ് ഉണ്ട്, ഒരു ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള എയ്ഡ്സുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? 5th പോയിന്റ് ഇൻസ്റ്റോൾ. ഓക്കെ, 4th and 5th. റേഡിയേഷൻ ഡോസിമീറ്റർ. എന്താണ് റേഡിയേഷൻ ഡോസിമീറ്റർ? അയണൈസിംഗ് റേഡിയേഷൻ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്താ അയണൈസിംഗ് റേഡിയേഷൻ? എന്തായിരുന്നു അയണൈസിംഗ് റേഡിയേഷൻ? ഗാമ റേസ് പോലുള്ള റേസ് കാരണം നമ്മളുടെ ശരീരത്തിലേക്ക് അയണൈസിംഗ് റേഡിയേഷൻ ഒരു കണ്ടീഷൻ വരികയും അതുമൂലം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഇത്തരം റേസിന് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ സോ അതിനെയാണ് നമ്മൾ അയണൈസിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ അയണൈസിംഗ് റേഡിയേഷന്റെ എക്സ്പോഷർ അളക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഡോസിമീറ്റർ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള സ്റ്റാഫുകൾ ഇത്തരത്തിലുള്ള എന്താണ് ഡോസിമീറ്റർ വെയർ ചെയ്തിരിക്കണം. ദെൻ 5th പോയിന്റ് എന്തായിരുന്നു? ഇൻസ്റ്റോൾ എയർ കണ്ടീഷനിങ്. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പലതരത്തിലുള്ള ഗ്യാസസ് ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള ബാഡ് സ്മെൽസ് ഉണ്ടായിരിക്കാം, വേപ്പേഴ്സ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ജനറൽ വെന്റിലേഷനോട് കൂടിയ എയർ കണ്ടീഷനിങ് ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സോ എന്തൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ്? കീർത്തന, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കീർത്തന, ഏതൊക്കെയായിരുന്നു പ്രിവെന്റീവ് മെഷേഴ്സ്? ഓക്കെ, ജിത്തു അല്ലേ? പറയൂ. യെസ് മാം. നമ്മൾ നേഴ്സസിനും അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഷൂസ് കൊടുക്കണം. അതായത് സ്ലിപ്പ് ആവാണ്ടിരിക്കാനുള്ളതും, പിന്നെ കവർ ചെയ്ത് സാധാ ഷൂസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കവർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഉള്ള ഷൂസ് കൊടുക്കണം. പിന്നെ ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡിൽ തന്നെ ചെയ്യണം. എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചാൽ, പിന്നെ ഇലക്ട്രിക് ഷോക്ക് എന്നൊക്കെ ഷോക്ക് ഏൽക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ
ഇപ്പോൾ ഷാർപ്പ് ഒബ്ജക്ട്സുകളെ പ്രോപ്പർ ആയിട്ടായിരിക്കണം ഹാൻഡിൽ പഞ്ചർ ചെയ്യുന്നത്. റെസിസ്റ്റന്റ് അതെടുക്കുന്നതിന് മുൻപ് എന്തായാലും മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. അതേപോലെ ഡിസ്പോസ് ചെയ്യേണ്ടത് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട്. അത് മസ്റ്റ് ആയിട്ടും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? റേഡിയേഷൻ ഡോസിമീറ്റർ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് എത്രത്തോളം റേഡിയേഷൻ ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഡോസിമീറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ എയർ കണ്ടീഷനിങ് പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഗ്ലൗസസിൽ ചിലപ്പോൾ പൗഡേർഡ് ഗ്ലൗസസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതെന്തെങ്കിലും അലർജിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് പൗഡേർഡ് അല്ലാത്ത ഗ്ലൗസസ് യൂസ് ചെയ്യണം. നോൺ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ആയിരിക്കണം ഇത്തരം അലർജീസ് ഉള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂസസ് ആണെങ്കിൽ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്നൊക്കെ ഉള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. പിന്നെ കൈയൊക്കെ നന്നായി വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ ബെഡൊക്കെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക് ആണെന്ന് തോന്നുന്നു അല്ലേ? ഹെവി പേഷ്യൻസിനൊക്കെ അത്തരത്തിലുള്ള ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഹെവി പേഷ്യന്റിനെ സേഫ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലിഫ്റ്റിംഗ് എയ്ഡ്സുകളും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് പിന്നെ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന അതായത് മയക്കുന്ന രീതിയിലുള്ള ഗ്യാസസ് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ഒക്കെ ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫയർ മൂലമുള്ള എന്തെങ്കിലും ഡേഞ്ചറസ് ഒക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ടോപ്പിക് കൂടി നോക്കിക്കോളൂ കേട്ടോ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. അതിലൊരു 3 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് ട്രോളീസ് വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. എന്തായിരുന്നു ഡെഫിബ്രിലേറ്റർ? ഡെഫിബ്രിലേറ്റർ എന്താണ്? നമ്മൾ പേഷ്യന്റ് മോണിറ്റേഴ്സിലാണോ അല്ലേ? കാർഡിയാക് സപ്പോർട്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. എന്തായിരുന്നു? കാർഡിയാക് അറസ്റ്റ് പോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് ഹാർട്ടിനുള്ളിലേക്ക് കൊടുക്കുന്നതിനുള്ള ഒരു ഡിവൈസ് അല്ലെ, അതാണ് ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അത് കീപ്പ് ചെയ്തിട്ടുള്ള കാർഡിയാക് ട്രോളീസ് എന്താണെന്ന് പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ കാർഡിയാക് ട്രോളീസ് എന്തിനു വേണ്ടിയുള്ളതായിരിക്കാം? എത്തരത്തിലുള്ള സർജറിക്ക് വേണ്ടിയുള്ളതായിരിക്കാം കാർഡിയാക് ട്രോളീസ്? എന്തായിരിക്കാം? കാർഡിയാക് സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡിവൈസുകളും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സുകളും അതും അല്ലെങ്കിൽ മെഡിസിൻസും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസ് ആണ് കാർഡിയാക് ട്രോളീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഡിയാക് ട്രോളീസ് വിത്ത് ഡെഫിബ്രിലേറ്ററോട് കൂടിയ കാർഡിയാക് ട്രോളീസ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നിന്നാണ് റീഡ്ലി ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? കാർഡിയാക് ട്രോളീസ് വിത്ത് ഡെഫിബ്രിലേറ്റർ ഈസിലി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അവൈലബിൾ ആയിരിക്കണം. ദെൻ ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. അതോടൊപ്പം തന്നെ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും അറിഞ്ഞിരിക്കണം. ഇത്തരം ട്രോളീസ് എവിടെയാണ് കീപ്പ് ചെയ്യുന്നതെന്നുള്ള ലൊക്കേഷനും എന്താണ് എല്ലാ സ്റ്റാഫുകളും അറിഞ്ഞിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expired and preventive maintenance of equipments. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന പലതരം മെഡിസിൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, മെഡിസിൻസ് ആണെങ്കിൽ അത് എക്സ്പയർഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിവൈസുകൾ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഓരോ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഓരോ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും എന്താണ് ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അവരുടെ ഡ്യൂട്ടീസ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. മെഡിസിൻസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും ഡ്യൂട്ടീസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എമർജൻസി എക്യുപ്മെന്റ്സ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ.
എന്തൊക്കെയായിരുന്നു? കാർഡിയാക് ട്രോളീസ് വിത്ത് ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയുമോ? പറയാം. കാർഡിയാക് ട്രോളീസ് എന്താണ്? ഈസിലി അവൈലബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും അറിഞ്ഞിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ എന്താണ്? ഓരോ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ഡ്യൂട്ടിയാണ്, ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് എന്ത്? മെഡിസിൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി, നേഴ്സസിന്റെ ഡ്യൂട്ടീസ് ആണ് മെഡിസിൻസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അതിന് നിയമിക്കപ്പെട്ടിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ലാസ്റ്റ് ടോപ്പിക് വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ്. ഈ 2 ടോപ്പിക്കും റീഡ് ചെയ്തിട്ട് വരണം. അതോടൊപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, വിച്ച് ഈസ് ലേബർ റൂം. ഓക്കെ, ഐ തിങ്ക് ചാപ്റ്റർ 29. ഓക്കെ, ചാപ്റ്റർ നമ്പർ 29. അതിന്റെ പ്രിന്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് എന്നാണ് റീഡ് ചെയ്യണം. അതേപോലെ തന്നെ ലേബർ റൂമും അതിന്റെ പ്രിന്റും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Then okay, bye. പ്രിന്റ് എങ്ങനെയാ എടുക്കുന്നത് മാം? പ്രിന്റ് എങ്ങനെ എടുക്കുന്നത്? സാധാരണ നിങ്ങൾ എങ്ങനെയാ പ്രിന്റ് എടുക്കുന്നത്? ഈ ക്ലാസ്സിന്റെ പ്രിന്റ് എങ്ങനെയാ എടുത്തത്? നമുക്ക് PDF അയച്ചു തന്നിട്ടുണ്ട്, അപ്പൊ അതൊന്നും നമ്മൾ പ്രിന്റ് എടുക്കാം. അത് നോക്കി പ്രിന്റ് എടുക്കുന്നവരാണെങ്കിൽ പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആയാലും മതി, കുഴപ്പമില്ല കേട്ടോ. ചാപ്റ്റർ 29 ലേബർ റൂം. ഓക്കെ then bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. 2 മാസം കഴിഞ്ഞിട്ടല്ലേ എക്സാം വരുന്നത്? ഹലോ, ഹലോ, ഇത് ആരെങ്കിലും ഉണ്ടോ ഓൺലൈനിൽ? ഞാൻ ചോദിക്കുന്നതേ